ഹലോ, നമുക്കിന്നൊരു തട്ടിക്കൂട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പം ആവശ്യത്തിന് ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിൽ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഒരു ചെറിയ നാരങ്ങ മുറിച്ചിട്ട് പിഴിഞ്ഞ് ഒഴിച്ച് നല്ലോണം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കി സാധനങ്ങൾ റെഡിയാക്കാം. ഇനി ഈ കറിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ള, ഒരു ചെറിയ തക്കാളി, പിന്നെ ഒരു വെളുത്തുള്ളി, പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 സവോള. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ കണക്കുകളൊന്നും പറയാത്ത, അതായത് ടേബിൾ സ്പൂൺ ഒന്നും പറയാത്തത്, എനിക്ക് അതൊന്നും ശരിയാവില്ല. ഞാൻ എൻ്റെ രീതിക്കാണ് വെക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് വെക്കുക. കാരണം മസാലകൾ ഞാൻ എൻ്റെ പാകത്തിനാണ് ഞാൻ ഇടുക, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. ഇനി ഞാൻ പിന്നെ സ്റ്റൗവിൽ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ ആവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ വെളിച്ചെണ്ണയാണ് ചിക്കൻ കറി വെക്കുമ്പോൾ എടുക്കാറുള്ളത്. അപ്പം ആ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലോട്ട് ഞാൻ മല്ലിപ്പൊടിയും ചിക്കൻ പൊടിയും കൂടി നന്നായിട്ട് മിക്സാക്കി ചെയ്യാം. വറുത്ത് നല്ലപോലെ മിക്സാക്കി ചെയ്യാം. ഇതുപോലെ എണ്ണയിലിട്ടിട്ട് മല്ലിപ്പൊടിയും ചിക്കൻ പൊടിയും ഞാൻ നല്ലപോലെ ഇതാക്കി എടുക്കുക. നല്ല കുറുകിയിരിക്കും. അപ്പം ഈ പച്ചമണമെല്ലാം മാറിക്കിട്ടും. ഇനി ഇതിനകത്തോട്ട് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ചേർക്കുക. ചിക്കൻ ഇതിലോട്ട് ഇട്ട് നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കും ആവശ്യത്തിന്. ഞാൻ കുറച്ചേ ഒഴിക്കുള്ളൂ. എന്നിട്ടിത് അടച്ച് വെച്ച് വേവിക്കാം. ഞാനിപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തീ കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇത് പകുതി വേവായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി കറിക്ക് വേണ്ട ഐറ്റംസ് റെഡിയാക്കാം. അപ്പം അത് ഇതിനകത്തല്ല ചെയ്യുക, അത് വേറൊരു പാത്രത്തിൽ ചെയ്യും. പിന്നെ ഞാൻ ഇതിൻ്റെ അളവൊന്നും പറയാത്തത്, എനിക്ക് അങ്ങനെ അളവ് പറഞ്ഞിട്ട് ഞാൻ കറി വെക്കാറില്ല. കാരണം എനിക്ക് മസാലയും മുളകും എരിവും അങ്ങനത്തെ എല്ലാം നല്ല പാകത്തിന് വേണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഓരോ ടീസ്പൂണും എത്രയാണെന്ന് പറയാത്തത്. അതുകൊണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ കറി ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെച്ചേക്കാം. ഞാൻ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ വെള്ളം ചിക്കനിൽ അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് വേവുന്നതിനനുസരിച്ച് വെള്ളം ഇറങ്ങും. അപ്പം ഇത് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത കാര്യം റെഡിയാക്കാം. കറി ഏകദേശം പാതി വേവായിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ബാക്കി കാര്യങ്ങൾ കറിയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സാധനങ്ങൾ കറിയിൽ ചേർത്ത് കൊടുക്കാം. ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച്, എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള എണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് വരുന്നുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറി വെന്ത് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ആക്കി വെച്ച ചേരുവകളെല്ലാം ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. കറി റെഡിയായി പാകത്തിനായിട്ടുണ്ട്. ഇനി വേണമെങ്കിലൊരു
2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ആവശ്യമില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ എൻ്റെ തട്ടിക്കൂട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. എന്നെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.